ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എക്സ്റേ കാണാനില്ല. ഗൈസ്, ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊറിയർ ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഗിഫ്റ്റ് കൊണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒന്നും കൂടെ പോയിട്ട് ഇത് കൊറിയർ ചെയ്യണം. ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് അയച്ചതാണ്, അയക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തായാലും അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് എത്തുള്ളൂ തോന്നുന്നു എനിക്ക്. കാണിക്കുക ഗിഫ്റ്റ്. ഗൈസ്, ഞങ്ങൾക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടത് ആ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാനും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാനുമാണ്. അപ്പം അതിൻ്റെ എക്സ്റേ കാണാനില്ല. എക്സ്റേ ശില്പയ്ക്ക് അത് എവിടേക്കോ കയറി തരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എക്സ്റേ എടുത്തിട്ട് എവിടെയോ കൊണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും വലിഞ്ഞ് കയറി തരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും ഉണ്ടാവില്ല. ഡൗൺ താഴെ തരി. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എവിടെയും ഇല്ല. അതൊക്കെ എൻ്റെ ഫയലാണ്. അറിയാത്തൊരു സ്ഥലവും ഇല്ല ഗൈസ് ഈ വീട്ടില്. ഇപ്പൊ പോയി കാണാനില്ലേ? എന്നാലും തിന്നാൻ കാണിക്കണ ഈ മനസ്സ് ഇത്ര ടെൻഷൻ്റെ ഇടയിലും. ഡോക്ടർ പോണ വരെ ഇവിടെ തരയും. അതെങ്കിലും എടുത്ത് വെക്കി കാണുന്ന പോലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്കത് എവിടെ വെച്ചത് കണ്ടു. ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടർക്ക് പോകുമ്പോൾ കാണിക്കാവുള്ളതാണ്. എവിടെ ഞാൻ പിന്നെയും ഞാൻ വൃത്തിയായിട്ട് എടുത്തു വെച്ചു. അത് എവിടെയാ വെച്ചതാണ്. വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എവിടെയാണോ എന്തോ. പോയിട്ട് വന്നാൽ കിട്ടും. പോയിട്ട് വന്നിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം? 4 മണി വരെ ഉണ്ട് പോസ്റ്റ് ഓഫീസ്. ഇവിടെ എക്സ്റേ കാണാണ്ട് തരുമ്പോഴാണ് പോസ്റ്റ് ഓഫീസ്. എക്സ്റേ കാണാണ്ട് തിരഞ്ഞെടുക്കുമ്പോ പെട്ടെന്ന് പോവാൻ എന്തും കൊണ്ടുപോവാൻ ഡോക്ടറിന്റെ അടുത്തേക്ക്. ടെൻഷനാണ് ഗൈസ് ഇവിടെ മൊത്തം. ഇപ്പൊ ഒരു എക്സ്റേ എടുക്കാ പുതിയത് തോന്നുന്നു. എക്സ്റേ എടുക്കാൻ എത്ര പൈസയാകുമെന്ന് അറിയോ? ഞാൻ പൈസ കൊടുത്ത് എടുത്താൽ ഗായ്സ്, അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്ഥലത്തും കൂടെ പോവാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവാൻ വേണ്ടി എക്സ്റേ വേണം. ബട്ട് എക്സ്റേ കാണാനില്ല. എക്സ്റേ എടുത്ത് വെച്ചായിരുന്നു, അത് കാണാനില്ല. അപ്പൊ അത് തിരയണം ഇനി. അത് ഞാൻ വൃത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ട് തന്നെ ചിലപ്പോ കിട്ടിയിരിക്കും. ഇപ്പൊ തെരഞ്ഞിട്ടൊന്നും കാണാനില്ല. എന്തായാലും ഒന്നും കൂടെ തെരഞ്ഞു നോക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ തെരഞ്ഞിട്ട് ഇനി കിട്ടിയാ അതുകൊണ്ട് പോവാ, ഇല്ലേ ഇങ്ങനെ പോവാ. കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ എല്ലാവരും തരുന്നു. ഗൈസ്, ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഒരേപോലത്തെ ഇട്ട് നിൽക്കുകയാണ്. ബ്ലാക്കും പിന്നെ ഈ പാൻറ്റും. ആ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് എത്തി. ഇത് കൊറിയർ അയക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് എത്തി. ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന്. ഗൈസ്, നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി പോയിട്ട് വന്നിട്ട് കാണാം. ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം. ഗായ്സ്, അമ്മ ഞങ്ങൾ തിരിച്ചെത്തി. എന്താ പല്ല് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെ ക്ലോസ് ചെയ്തു. നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ഗ്യാപ്പുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ച് വീടെത്തി. ഇപ്പൊ എത്തിയുള്ളൂ. ഇതാണ് പല്ല്. എവിടെ ഇത് ഏത് പല്ലായിരുന്നു? ഇത് എന്തോ ഗ്യാപ്പ് ഉള്ളത് ഫില്ല് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നാലും അവര്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ റിയാക്ഷൻ നോക്കാം എന്താവുന്നു.
പല്ലിച്ച ഗ്യാപ്പ് അടിഞ്ഞ ഗ്യാപ്പ് അടിച്ചു എന്ത് ചെയ്തിട്ട് പല്ല് ഡോക്ടറിനെ കാണിച്ചിട്ട് അതന്നെ എന്ത് ചെയ്തെന്ന് എന്ത് ചെയ്ത് സമയം ഗ്യാപ്പ് അടച്ചു പറിച്ചതല്ലേ അടച്ചത്. പിള്ളേരുണ്ടായിരുന്നേ വലിയ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഗ്യാപ്പ് അടച്ചു. അതെങ്ങനെ അടച്ചതാണ്? കൊല്ലംകോട് ഡോക്ടറെ പോയത്. അതാ ഞാൻ കൊല്ലംകോട് നല്ല ഡോക്ടറാണ്. എന്നിട്ട് എങ്ങനെയാണ് അങ്ങനെ അവർ മഞ്ഞ കൊണ്ട് അടച്ചതാണ്. ചെറിയ ഗ്യാപ്പ് എന്തായാലും ആക്കാം. ഫുള്ളായിട്ട് അടച്ചു വെച്ച് മനസ്സിലാവും അടച്ചത്. ഇവിടെ വലിയ ഗ്യാപ്പായിരുന്നു. ഒന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഗ്യാപ്പായിട്ട്? കഴിക്കാൻ പറ്റില്ല. എനിക്കൊന്നും കണ്ണു കാണില്ല. ഒന്നുമില്ല. മാലിന്റെ കൊളുത്ത് കടിക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ പല്ല് നമ്മൾ യൂസ് ചെയ്യില്ല കടിക്കാൻ. അങ്ങനത്തെ ഒക്കെ എടുത്ത് കടിക്കുമ്പോഴൊക്കെ അത് കൂടുതൽ അത് എങ്ങനെയൊന്നും പോയില്ല. ഇതിനെന്റെ പണിയുള്ളൂ വന്നിട്ടാണ് അത് ചെയ്യണം. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ചെയ്യാം. അതെ.